ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുസ്തകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ പുസ്തകം ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ടെഡ് ടോക്കിൽ പരാമർശിക്കുന്നത് കേൾക്കാനിടയായി. അപ്പോൾ തന്നെ എന്നെ ഇത് വളരെ ആകർഷിച്ചു. അദ്ദേഹം അതിൻ്റെ കണ്ടൻറ്റ് സംസാരിച്ചുകൊണ്ടിരുന്നയാൾ വളരെ ചുരുക്കത്തിലൂടെ പറഞ്ഞു. അപ്പോൾ ഇത് വാങ്ങിക്കണം എന്ന് അന്നേരം തന്നെ ഞാൻ തീരുമാനിക്കുന്നത് ഓൺലൈനിൽ ഇത് ഓർഡർ ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 10-20 വർഷമായി ഈ പുസ്തകം അവളുടെ കൈവശമുണ്ട് എന്ന് മാത്രമല്ല, ഈ പുസ്തകം അവൾക്ക് കൊടുത്തത് എൻ്റെ തന്നെ ഒരു സുഹൃത്ത് അവൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് വർഷങ്ങൾക്ക് മുൻപ് ബോംബെയിൽ വെച്ച് കൊടുത്തതാണെന്നും പറഞ്ഞു. അത് വലിയൊരു അത്ഭുതമായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞു വരുന്നത് സ്കോട്ട് പെക്ക് എന്ന എഴുത്തുകാരൻ്റെ ദ റോഡ് ലെസ് ട്രാവൽഡ്. അപ്പോൾ ഈ പുസ്തകം 1978 പ്രസിദ്ധീകരിച്ചതും കുറേ കാലം അത് ഒരു ബെസ്റ്റ് സെല്ലറുമായിരുന്ന ബുക്കാണ്. ഇതിൻ്റെ ഒരു വളരെ പോപ്പുലറായിട്ട് അത് ആളുകളെ വളരെയധികം ആകർഷിച്ച കണ്ടൻ്റായിരുന്നു ആ ബുക്കിൽ. അത് ആ ടെഡ് ടോക്ക് ചെയ്ത ആ പ്രാസംഗികൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, തീർച്ചയായിട്ടും ഇത് വളരെ ആളുകളെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു പുസ്തകമായിരിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഈ പുസ്തകം വായിക്കുകയും അതിൻ്റെ ഒരു കണ്ടൻറ്റിലേക്ക്, അതിൻ്റെ ഒരു മെയിൻ പോയിൻറ്റ്സ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഒരു പ്രിസംഷൻ, ലൈഫ് ഈസ് ഡിഫിക്കൽട്ട്, ജീവിതം വളരെ ദുഷ്കരമാണ്. നമുക്കും പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുള്ളതാണ്, ജീവിതം ദുഷ്കരമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു അടുത്ത അധ്യായങ്ങളിലേക്ക് പറയുന്നത് എങ്ങനെ ഈ ദുഷ്കരമായ ജീവിതത്തെ നമുക്ക് കുറേ കൂടെ ലളിതമാക്കാം, കുറേ കൂടെ നമുക്ക് ഇണക്കാം. അതിന് പറയുന്ന അദ്ദേഹം പ്രധാനമായിട്ടുള്ള വസ്തുതകൾ, അതിൻ്റെ സൊല്യൂഷൻസ്, അതിൻ്റെ നിർദ്ദേശങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഡിലേയിങ് ഗ്രാറ്റിഫിക്കേഷൻ. അത് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പോഴത്തെ യുഗത്തിൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് നമുക്ക് ആവശ്യം. അതായത് ഈ 10 സെക്കൻഡ് 15 സെക്കൻഡുള്ള റീലുകൾ കണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ഇമ്മീഡിയറ്റ്ലി വി വോണ്ട് എ സൊല്യൂഷൻ ഫോർ എവരിതിങ്, അല്ലെങ്കിൽ റിവാർഡ് ഫോർ എനിത്തിങ്. അത് നമ്മൾ ഓവർകം ചെയ്യാൻ പഠിക്കണം. അത് ഒരു അച്ചടക്കത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഡിസിപ്ലിൻ വിച്ച് ഹെൽപ്സ്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ നമ്മളുടെ കുറ്റങ്ങളോ നമ്മളുടെ പരാജയങ്ങളോ എല്ലാം മറ്റുള്ളവരുടെ മേൽ ചാർത്താനൊരു ശ്രമം എപ്പോഴും ഉണ്ട്. യു ഫൈൻഡ് ഫോൾട്ട് വിത്ത് അതേഴ്സ്, ആക്സെപ്റ്റ് ദ റിയാലിറ്റി. അതായത് വസ്തുതകളെ അംഗീകരിക്കാൻ, നമ്മളുടെ കുറ്റങ്ങൾ നമ്മൾക്ക് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. അത് പലപ്പോഴും നമ്മൾ പല വിധത്തിൽ പലരുടെ കയ്യിൽ നിന്നും കേട്ടിട്ടുള്ളതാണെങ്കിലും ഇദ്ദേഹം അതിന് ഉദാഹരണങ്ങൾ സഹിതം അത് പറയുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് എൻലൈറ്റൻഡ് ആകും നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച്. തേർഡ്ലി അദ്ദേഹം നമ്മളുടെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം പല മത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നവരാണ്. നമ്മളതിനെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരുമാണ് നല്ലൊരു ശതമാനവും. അങ്ങനെ വിശ്വസിക്കാതെ അതിനെ ഒരു വിമർശനാത്മകമായി കണ്ടുകൊണ്ട് അതിൻ്റെ അടിത്തറയും അതിൻ്റെ ഫണ്ടമെൻ്റൽസും നമ്മൾ ആഴങ്ങളിലേക്ക് പോയി പഠിച്ചിട്ട് അതിൽ നമ്മൾ സത്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് നമ്മളെ വളരെ ആഴത്തിൽ സ്പർശിക്കുകയും നമ്മുടെ ജീവിതത്തെ ലഘൂകരിക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് ഈസ് ഡിഫിക്കൽട്ട് എന്നുള്ള കൺസെപ്റ്റിനെ നമുക്ക് കുറച്ചുകൂടെ ലളിതമാക്കി ജീവിത സാഹചര്യങ്ങളെ നേരിടാനും നമ്മളെ സഹായിക്കും. ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്ന ഒരു പോയിൻ്റാണ് എന്നെ വളരെ ആകർഷിച്ചത്. അതായത് ഗ്രേസ്, കൃപ. ഇത് നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്നത് നമുക്ക് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഫേവറാണ് ഗ്രേസ്. പക്ഷേ അതിനെ അദ്ദേഹം വളരെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സെൻസിൽ അദ്ദേഹം ഈ ബുക്കിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് ഗ്രേസ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ആകസ്മികമായി ലഭിക്കുന്ന ചില സൗകര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റ്യൂഷനായിട്ട് ചിലപ്പോൾ ചില അറിവുകളുണ്ടാകും. ഒന്ന് നമുക്ക് ആക്സിഡൻ്റലായിട്ട് അല്ലെങ്കിൽ ആകസ്മികമായിട്ട് നമുക്ക് ചില ഫേവേഴ്സ് ജീവിതത്തിൽ കിട്ടും. അത് ഗ്രേസാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് നമ്മളുടെ മനസ്സിൽ തന്നെ നമുക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടായി നമ്മൾ അനുഭവിക്കുന്ന ചില പ്രത്യേക ഫേവറുകൾ, ചില പ്രത്യേക അനുഭവങ്ങൾ നമുക്ക് പോസിറ്റീവായി അത് അനുഭവിക്കാൻ സാധിക്കും.
എന്തായാലും ഈ ബുക്ക് ആകെ മൊത്തം വായിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. നമ്മുടെ ജീവിതം നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി കാണാൻ സാധിക്കും എന്ന് മാത്രമല്ല, ഈ ലൈഫ് ഈസ് ഡിഫിക്കൽട്ട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, ലൈഫ് ബിക്കംസ് ഈസി, ലൈഫ് ബിക്കംസ് മച്ച് മോർ എൻജോയബിൾ എന്ന് നമുക്കിത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും. ആ ബുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് വെരി കോസ്റ്റ്ലി. അത് 300 രൂപ മറ്റേ ഉള്ളൂ, ഓൺലൈനിൽ കിട്ടും. സ്കോട്ട് പെക്കിൻ്റെ ദ റോഡ് ലെസ് ട്രാവൽഡ്. താങ്ക് യു.